ഹായ്, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു കോണ്ടൻറ്റിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഇത്രയും കാലത്തിനൊക്കെ വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ റീസെൻ്റ്ലി ഒരുപാട് മെസ്സേജുകൾ വരുന്നു, ചേട്ടനിവിടെ പഠിക്കുന്നതല്ലേ. ഞാൻ ഇതുപോലെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഇവിടുത്തെ റിയാലിറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഓസ്ട്രേലിയയിൽ ന്യൂ സൗത്ത് വെയിൽസിലുള്ള വുളോംഗോങ് എന്ന് പറയുന്ന ഒരു റീജിയണൽ പ്ലേസിലാണ് പഠിച്ചത്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയുള്ളത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് റീസെൻ്റ്ലി വന്ന കുറച്ച് ചേഞ്ചസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസ്, മലയാളി സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ്, അത് മലയാളമൊക്കെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഓട്ടോടോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന കേസസിൽ അവർക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലായിക്കോട്ടെ, എന്നാലും ഞാൻ പറയാണ്. ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, 3 ചേഞ്ചസാണ് ഇവിടെ ഫിനാൻഷ്യലി ഇപ്പോൾ വന്നിട്ടുള്ളത്. ബീയിങ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് നമ്മൾ ഓർക്കേണ്ട 3, അത് വലിയ ചേഞ്ചസാണ്. 1, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കോസ്റ്റ് വളരെ കൂടി കഴിഞ്ഞ വർഷം തൊട്ട്. ഞാൻ വന്നപ്പം 35-36 എങ്ങാനുമായിരുന്നു ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു എൻ്റെ കോസ്റ്റ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെക്കാൻ. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. ഒന്നാമത്തെ ചിലവ്. രണ്ടാമത്തെ ചിലവ് ഇവിടുത്തെ കോഴ്സ് ഫീസ്. നിങ്ങൾ പഠിക്കാൻ യൂണിക്ക് കൊടുക്കുന്ന മാത്രം പൈസ, യൂണിക്ക് മാത്രം നമ്മൾ കൊടുക്കുന്ന പൈസ എന്നാലേക്കണം. അത് തന്നെ $1000-1500 വെച്ച് ഓരോ സെമസ്റ്ററിനും പല പല കോഴ്സിനായിട്ട് കൂടിയെന്നൊക്കെ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പം സ്റ്റിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്ന ആൾക്കാർ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം റീസെൻ്റ്ലി വന്ന ഏറ്റവും വലിയ ഡെവലപ്മെൻ്റാണ് സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ടെമ്പററി ഗ്രാജുവേറ്റ് വിസ. 485 എന്ന് പറഞ്ഞ കോഡിലുള്ള ടെമ്പററി ഗ്രാജുവേറ്റ് വിസയുടെ കോസ്റ്റ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1600 എങ്ങാനും ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഞാൻ ഗ്രാജുവേറ്റ് ആയപ്പോൾ അത് 2000 2300 എങ്ങാനുമായി. ഇപ്പോൾ അതിൻ്റെ ഡബിളായി. കഴിഞ്ഞ വർഷം ഈ മാസം തന്നെ 1-ാം തീയതി തൊട്ട് 4600 അത് നേരെ ഡബിളാക്കി. അതും ഒറ്റ ഏജൻറ്റുമാർ അറിഞ്ഞിട്ടില്ല, ഒരു മൈഗ്രേഷൻ ലോയേഴ്സ് അറിഞ്ഞിട്ടില്ല, ആരും അറിയിച്ചിട്ടില്ല ഗവൺമെൻറ്. അങ്ങനെ പറയാം. അപ്പോൾ ഈ 3 ചേഞ്ചസ് നിങ്ങൾ ആലോചിക്കുക. അതായത് ആദ്യത്തെ ചേഞ്ചസ്, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ ഫീ മാറി, ഓൾമോസ്റ്റ് ഡബിളായി. രണ്ടാമത്തെ ചേഞ്ച്, നിങ്ങളുടെ യൂണിയിലെ സ്റ്റുഡൻറ്റ് ഫീസ്, നിങ്ങളുടെ കോഴ്സ് ഫീസൊക്കെ ഭയങ്കരമായിട്ട് മാറി, അത് ചേഞ്ചായി. മാറി ഇൻ ദ സെൻസ് കൂടി. മൂന്നാമത്തത് TRൻ്റെ പൈസ 4600 പിന്നെ PR-ൻ്റെ അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക്കാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഈ കാര്യങ്ങൾ ആലോചിക്കുക. PR കിട്ടാനുള്ള ചാൻസസും കുറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാണ്ട് കൂടുന്നില്ല. പാത്ത് വേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടുത്തെ ഗവൺമെൻറ്. അപ്പം ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ഇത് ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഇനി വരുന്ന വീഡിയോസിലൊക്കെ എൻ്റെ സ്റ്റുഡൻറ്റ് വിസ, എനിക്ക് പറ്റിയ കാര്യങ്ങൾ, അബദ്ധങ്ങൾ, അല്ലെങ്കിൽ TRൻ്റെ ഡീറ്റെയിൽസ്, എന്തുകൊണ്ട് ചേഞ്ച് വരുന്നു, എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നു, ഞാൻ എന്ത് സജസ്റ്റ് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ഹിയർ ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ആൻഡ് സെറ്റിലിംഗ് ഹിയർ, അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഒന്നും കൂടി ആ തീരുമാനത്തിനെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വുഡ് സജസ്റ്റ് റീതിങ്കിങ് ദാറ്റ് ഡിസിഷൻ. ബിക്കോസ് ഇത് ഭയങ്കര പണ്ടത്തെ പോലെയല്ല. 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അന്നത്തേക്കാൾ എത്രയോ വലിയൊരു ഫിനാൻഷ്യൽ ബേർഡനാണ് നിങ്ങളുടെ തലയിലോട്ട് എടുക്കാൻ പോകുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ചും ഇവിടുത്തെ IT ജോബ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ എല്ലാ ട്രേഡിലും എല്ലാ സെക്ഷനിലെ ജോബിനെ കുറിച്ചും, കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ കുറിച്ചും, എൻ്റെ ലൈഫ് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു യൂണി സെഷൻ സ്റ്റാർട്ടായി ഈ മാർച്ചിൽ. ഇനിയുള്ള ആൾക്കാർക്ക് ഇത് ചിന്തിക്കാം, ഇവിടെ ഉള്ളവർക്ക് ചിന്തിക്കാം, ഫ്യൂച്ചർ സ്റ്റുഡൻസിന് ചിന്തിക്കാം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് ഒന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുക. വരണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതാണ് ഇവിടെ വന്ന മാറ്റം. അത് ഹാൻഡിൽ ചെയ്യാൻ ഫിനാൻഷ്യലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാം. പറ്റില്ലെങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും പല രീതിയിലും. അങ്ങനെ ഒരു ഹെഡ്സപ്പ് തരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്ത വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.